ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ സിറ്റൗട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് കോളിയേഴ്സാണ്, നമ്മുടെ കണ്ണാടി ചെടി. ഇത് ഞാൻ കട്ടിങ്സ് വാങ്ങിയതാ. ഒരു കട്ടിങ്സിന് 10 രൂപ വെച്ച് 3 കട്ടിങ്സാണ് വാങ്ങിയത്. ഒരെണ്ണം ഇതും ഒരെണ്ണം ഇത്. നല്ല രസമല്ലേ ഇതിൻ്റെ ഇല കാണാൻ. കൂട്ടത്തിൽ ഒരു കട്ടിങ്സും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ കണ്ടില്ലേ, ഈ അടിയിൽ നിൽക്കുന്നതിലേക്ക് ഈ കുഞ്ഞു മണി ചെറിയ ഇലകൾ കാണുന്നില്ലേ, അതിൻ്റെ ഇലകൾ കണ്ടില്ല, ചെത്ത് പോലെ ഇരിക്കുന്നത്. ഇവിടെ ഞാനത് കുഴിച്ചു വെച്ചത്. പക്ഷേ ഉണ്ടല്ലോ, അന്ന് ഞാൻ കുഴിച്ചു വെച്ചിട്ട് മാറിപ്പോയി. ഒരു ഷെയ്ഡിനകത്താണ് കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് ആ സ്റ്റെമ്മേ കാണാനില്ല. പിന്നെ അതിൻ്റെ തല മാത്രം അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ആ തല എടുത്ത് കുഴിച്ചു വെച്ചതാണ്. ഇപ്പോൾ ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട്. രാവിലെ എണീച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എല്ലാ കോളേജിൻ്റെ കട്ടിങ്സ് മേടിച്ചപ്പം ഇത് മാത്രം എനിക്ക് റെയറായിട്ട് കിട്ടിയതായത് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അത് കടിച്ച് തിന്നിട്ട് പോയി, ഒറ്റ കടിക്ക്. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഒരു ഡയാന്തസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചെടിയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഇലച്ചെടിയാണ്. പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഒരു ആനപ്പത്ത് മണിയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പം രാവിലത്തെ വെയിൽ ഇവിടെ കൊള്ളുന്നത്, രാവിലത്തെ വെയിലേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും ഇവിടെ. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം ചൂടത്തിൽ കൊണ്ട് വെച്ചാൽ ഇതെല്ലാം കരിഞ്ഞു പോവും, ഇതിൻ്റെ ഇലയെല്ലാം വാടിപ്പോവും. ഇത് ഇന്നലെ വാങ്ങിച്ച ഒരു ജമന്തിയാണ്. ഇപ്പോൾ ഉഷാറായിട്ട് വന്നിട്ടില്ല, ഉഷാറായി വരണം. കാരണം ഇത് നമ്മൾ പോസ്റ്റിലൊക്കെ മേടിക്കുമ്പം, കുരിയറൊക്കെ മേടിക്കുമ്പം അത് അവിടുന്ന് സർവൈവ് ചെയ്ത് വരണം. ഇനി ഇത്രയും ദൂരം നിന്ന് വന്നല്ലേ, ക്ഷീണം കാണും. അപ്പോൾ ഇന്നലെ വൈകിട്ട് പോട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അതിൻ്റെ പിറകെ ഒരു ഡയാന്തസും ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു ജമന്തി താഴെ ഇരിക്കുന്നത് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജമന്തിയുടെ കളറ് കണ്ടില്ലേ ഗൈസ്, ഇതിന് ഒരു യെല്ലോ കളറും ഒരു ഗ്രീൻ ഷെയ്ഡും സൈഡിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് ഇടോ, നമ്മൾ കളർ അടിക്കുമ്പോൾ ഇങ്ങനെ ബുക്കിനകത്ത് ഷെയ്ഡ് പടർന്ന് വരുന്നത് അതുപോലൊരു കളർ വെറൈറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലത്തെ 4 or 5 എണ്ണമാണ് ഞാൻ മേടിച്ചത്. അതിനകത്തുനിന്ന് ഏറ്റവും വലിയ പൂവുള്ള നല്ല പൊക്കമുള്ള പ്ലാന്റാണ്, നാടനാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി അറിയത്തില്ല, ഈ ക്ലൈമറ്റിൽ ഇങ്ങനെ നിൽക്കും, പിന്നെ കുറേ കഴിയുമ്പോൾ പോകുമെന്നൊരു പേടി. ഞാൻ കമ്പൊക്കെ നാട്ടിയാണ് വെച്ചേക്കുന്നത്. പുള്ളിക്കാരൻ നീളം വെച്ചോണ്ടേ ഇങ്ങനെ അങ്ങ് വളഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഒരു ഡാർക്ക് ഒരു ബ്രൗണിഷ് ചോക്ലേറ്റ് കളറും, എന്നാൽ സിന്ദൂര കളർ പോലെ ചോക്ലേറ്റ് കളറ്. പിന്നെ ഇത് ഒരു ജർബറയാണ്, പക്ഷെ തീരെ ഇഷ്ടമല്ല എനിക്ക്. കണ്ടില്ലേ, മൊത്തം പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ജർബറയുണ്ട്. അത് നല്ല പിങ്കിഷായിട്ടാണ് നിൽക്കുന്നത്. ചെറിയൊരു മൊട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത മൊട്ട് പൂ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഗാർഡനിൻ്റെ ഇതൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കൊണ്ട് പെട്ടെന്ന് വരാം. അതുവരെ താങ്ക് യു.